ഇന്ത്യയിലെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ജൂൺ 25-ന് 49 വർഷം തികഞ്ഞു. 1975 ജൂൺ 25-നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയിലെ 352-ാം വകുപ്പാണ് പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം നൽകുന്നത്. സായുധ കലാപം വഴിയോ വിദേശ ആക്രമണം മൂലമോ യുദ്ധം കാരണമോ രാജ്യസുരക്ഷ ഭീഷണി നേരിടുന്ന ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത്. 1975-ലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. 1975 ജൂൺ 25-ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെയാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെന്ന് അറിയിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അസാധുവാണെന്ന അലഹബാദ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് അടിയന്തരാവസ്ഥയാണെന്ന് പ്രസിഡന്റ് അറിയിക്കുന്നു. ഇതിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ല, അർദ്ധരാത്രിയിൽ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഇന്ദിര പറഞ്ഞു. രാജ്യത്തെ പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും വേണ്ടി ഞാൻ ചില പുരോഗമനപരമായ നയങ്ങൾ പ്രഖ്യാപിച്ചതിനു ശേഷം എനിക്കെതിരെ വ്യാപകമായി നടക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, അവർ കൂട്ടിച്ചേർത്തു. രാജ്യത്ത് 1971-ൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസാണ് വിജയം നേടിയത്. 521-ൽ 352 സീറ്റുകളാണ് കോൺഗ്രസ് അന്ന് നേടിയത്. 1971-ൽ പാകിസ്ഥാന് കനത്ത പ്രഹരം നൽകി ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാജ്യമാക്കിയത് ഇന്ദിരയുടെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവലായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയിൽ വിവിധ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന കാലമായിരുന്നു അത്. ഗുജറാത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നവനിർമ്മാണ പ്രക്ഷോഭവും ബീഹാറിൽ ജയപ്രകാശ് നാരായണൻ നേതൃത്വം നൽകിയ പ്രതിഷേധങ്ങളും 1971-ൽ ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിലുണ്ടായ റെയിൽവേ സമരവും സർക്കാരിന് വലിയ തലവേദനയായിരുന്നു. അതിനിടയിലാണ് റായ്ബറേലിയിൽ നിന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാണെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വരുന്നത്. ഗുജറാത്തിൽ 5 പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മുന്നണി കോൺഗ്രസിനെ തോൽപ്പിച്ച് അധികാരത്തിലെത്തിയതും ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തോടെയുള്ള റാലിയുമെല്ലാം ഇന്ദിരയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭവും ആരംഭിച്ചിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷ നേതാക്കളായ ജയപ്രകാശ് നാരായൺ, LK അദ്വാനി, AB വാജ്പേയി, മൊറാർജി ദേശായി എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 21 മാസം നീണ്ട അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്തെ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പും ഏർപ്പെടുത്തി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുപോലെ തന്നെ 1977 ജനുവരി 18-ന് ഇന്ദിരാഗാന്ധി പൊതുതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു. മാർച്ച് 16, 20 തീയതികളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 1977 മാർച്ച് 21-ന് അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും ചെയ്തു. ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ജനതാസഖ്യം അധികാരത്തിലേക്ക് കയറുകയും ചെയ്തു.